നമുക്കറിയാം, ലോകത്തിലെ എല്ലാ മനുഷ്യരും നിരന്തരം അധ്വാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉപജീവനത്തിന് വേണ്ടി പണം സമ്പാദിക്കണം, ജീവിതം കൂടുതൽ സുരക്ഷിതവും ഇന്നത്തേക്കാൾ മികച്ചതുമാക്കണമെന്ന ചിന്തയാണ് എല്ലാ മനുഷ്യരും കഠിനാധ്വാനം ചെയ്യുവാൻ അവരെ പ്രേരിപ്പിക്കുന്നത്. എന്നാൽ നിങ്ങൾ വ്യത്യസ്തമായി ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഒരു ജോലിയും ചെയ്യാതെ, കഷ്ടപ്പാടുകളൊന്നുമില്ലാതെ, ഒരാകുലതയുമില്ലാതെ ആഗ്രഹിക്കുന്നത് എന്തും കൈക്കലാക്കി ജീവിക്കുവാൻ സാധിക്കുക. അതായത് എല്ലാവരും രാജാക്കന്മാരെ പോലെ ജീവിക്കുന്ന ഒരു ലോകം. കേൾക്കുമ്പോൾ ഒരു സ്വപ്നം പോലെ തോന്നിയേക്കാം. എന്നാൽ ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നനും ടെക് ജയന്റുമായ ഇലോൺ മസ്കിനെ നിങ്ങൾക്കറിയാമല്ലോ. അദ്ദേഹം ഈ കാര്യം പറയുമ്പോൾ ഇത് വെറും ഒരു സ്വപ്നമല്ല, വരാനിരിക്കുന്ന യാഥാർത്ഥ്യമാണെന്നാണ് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നത്. ഇത് മറ്റാരൊക്കെ പറഞ്ഞാലും നമുക്കിതിനെ ഒരു ഉട്ടോപ്യൻ ആശയമാണെന്ന് പറഞ്ഞ് തള്ളിക്കളയാമായിരുന്നു. എന്നാൽ നിരവധി തവണ സ്വന്തം കണ്ടുപിടുത്തങ്ങൾ കൊണ്ട് ലോകത്തെ അത്ഭുതപ്പെടുത്തിയ എലോൺ മസ്ക് ഇത് പറയുമ്പോൾ ലോകം ആ വാക്കുകൾക്ക് വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്, അതിനെ ശ്രദ്ധയോടെ കേൾക്കുന്നുണ്ട്. യൂണിവേഴ്സൽ ഹൈ ഇൻകം അഥവാ സാർവത്രികമായ ഉയർന്ന വരുമാനം, ഇതാണ് അദ്ദേഹം ഈ പദ്ധതിക്ക് നൽകിയിരിക്കുന്ന പേര്. ആഗോള സാമ്പത്തിക രംഗത്ത് ഇപ്പോൾ ഇതൊരു വലിയ ചർച്ചാ വിഷയമായി മാറിയിട്ടുമുണ്ട്. 2024 കേട്ടോ, പാരീസിൽ ഒരു വിവാറ്റ കോൺഫറൻസ് നടന്നു. അവിടെ വെച്ചാണ് മസ്ക് തൻ്റെ വിപ്ലവകരമായ ഈ ആശയം മുന്നോട്ട് വയ്ക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും റോബോട്ടിക്സും എല്ലാം കൂടെ ചേർന്നുകൊണ്ട് മനുഷ്യൻ്റെ എല്ലാ ജോലികളും ഏറ്റെടുക്കും. അത് ശാരീരികാധ്വാനമുള്ള ജോലിയാണെങ്കിലും ബുദ്ധിമണ്ഡലം കൊണ്ട് ചെയ്യേണ്ട ജോലികളാണെങ്കിലും അത് മുഴുവൻ റോബോട്ടുകളും AI-യും ഒക്കെ ഏറ്റെടുക്കുമ്പോൾ ഉൽപ്പന്നങ്ങളുടെ വില 0-ലേക്ക് വരുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതോടെ മനുഷ്യർക്ക് ജീവിക്കാൻ പണമല്ല, മറിച്ച് വിഭവങ്ങളുടെ ലഭ്യതയാണ് പ്രധാനമെന്ന സാഹചര്യമുണ്ടാകും. ഗവൺമെൻറ് തന്നെ എല്ലാ പൗരന്മാർക്കും ഉയർന്ന വരുമാനം നൽകുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുക, ഇതാണ് അദ്ദേഹത്തിൻ്റെ ആശയം. ടെസ്ലയുടെ ഒപ്റ്റിമസ് പോലെയുള്ള ഹ്യൂമനോയിഡ് റോബോട്ടുകൾ ഉൽപ്പാദന രംഗം കീഴടക്കുന്നതോടെ ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും വില കുത്തനെ ഇടിയുമെന്നും ലോകം വല്ലാത്തൊരു സമൃദ്ധിയിലേക്ക് പ്രവേശിക്കുമെന്നുമാണ് മസ്കിൻ്റെ സിദ്ധാന്തം പറയുന്നത്. ഈ സാഹചര്യത്തിൽ ദാരിദ്ര്യമില്ലാതെയാകുമെന്നും പണം ഒരു പ്രശ്നമല്ലാതാകുമെന്നും മസ്ക് അവകാശപ്പെടുന്നു. ജോലി എന്നത് കേവലം ഒരു വിനോദോപാധി മാത്രമായി മാറുന്ന ഈ ഘട്ടത്തിൽ ഗവൺമെൻറ് നേരിട്ട് പൗരന്മാരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഉയർന്ന തുക എത്തിക്കുന്നതാണ് മസ്കിൻ്റെ പദ്ധതി എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. നമുക്ക് വേറൊരു വാക്കറിയാം, യൂണിവേഴ്സൽ ബേസിക് ഇൻകം എന്നുള്ളത്. UBI ഇതൊരു പഴയ സങ്കല്പമാണ്. UBI ദാരിദ്ര്യം അകറ്റുവാനുള്ള കുറഞ്ഞ തുക ആളുകൾക്ക് നൽകുന്നതിനുള്ള ഒരു സംവിധാനമാണ്. എന്നാൽ എലോൺ മസ്ക് പറയുന്ന അതല്ല, ആഡംബരപൂർണമായ ഒരു ജീവിതം ഉറപ്പാക്കുന്നതിനുള്ള ഉയർന്ന വരുമാനം എല്ലാവർക്കും ലഭിക്കുന്ന പദ്ധതിയാണ് മസ്ക് വിഭാവനം ചെയ്യുന്നത്. മസ്ക് പറയുന്നത് പോലൊക്കെ നടന്നാൽ ജോലി എന്നത് വെറും ഒരു വിനോദോപാധി മാത്രമായി മാറും. പക്ഷെ പണമില്ലാത്ത, അധ്വാനമില്ലാത്ത ഈ ലോകം എങ്ങനെയാണ് നിയന്ത്രിക്കപ്പെടുക? ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം. അവിടെയാണ് വിശ്വാസികൾ ജാഗ്രതയോടെ നോക്കിക്കാണേണ്ട ഒരു അന്ത്യകാല പ്രവചനങ്ങളുടെ പ്രസക്തി ഇരിക്കുന്നത്. വേദപുസ്തകത്തിലെ വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൽ അന്തിക്രിസ്തുവിൻ്റെ ഭരണകാലഘട്ടത്തിലെ സാമ്പത്തിക നിയന്ത്രണങ്ങളെക്കുറിച്ച് പറയുന്ന ഒരു ഭാഗമുണ്ട്. മൃഗത്തിൻ്റെ മുദ്രയോ നാമമോ നാമത്തിൻ്റെ സംഖ്യയോ മുദ്രയായി ഇല്ലാത്തവന് ആർക്കും വാങ്ങുവാനോ വിൽക്കുവാനോ കഴിയേയില്ല എന്നാണ് അത് വെളിപ്പെടുത്തുന്നത്. ഇപ്പോൾ എലോൺ മസ്ക് പറഞ്ഞിരിക്കുന്ന ഈ പുതിയ കാല സാങ്കേതിക വിദ്യകളുമായി ഇതിന് ഉണ്ടാകുന്ന സാമ്യം നമ്മളെ ഞെട്ടിക്കുന്നതാണ്. കേന്ദ്രീകൃത നിയന്ത്രണമാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം. സാർവത്രികമായി ഉയർന്ന ഒരു വരുമാനം നടപ്പിലാക്കാൻ ഒരു ആഗോള സാമ്പത്തിക നിയന്ത്രണ സംവിധാനം ആവശ്യമാണ്. ഗവൺമെൻറ് നൽകുന്ന പണത്തെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു ജനതയെ എളുപ്പത്തിൽ നിയന്ത്രിക്കുവാൻ സാധിക്കണം. ഇത് വചനം പറയുന്നത് പോലെ വാങ്ങുവാനും വിൽക്കുവാനുമുള്ള അധികാരം ഒരു വ്യക്തിയുടെയോ സംവിധാനത്തിൻ്റെയോ കൈകളിലേക്ക് എത്തുന്നതിൻ്റെ ഒരു സൂചനയായിട്ടാണ് പലരും കാണുന്നത്. ഡിജിറ്റൽ ഐഡൻറ്റിറ്റിയും ക്രിപ്റ്റോ കറൻസിയും കടലാസ് രൂപത്തിലുള്ള പണത്തെ ഇല്ലാതാക്കുമെന്നും എല്ലാം ഡിജിറ്റൽ സംവിധാനത്തിലേക്ക് മാറുമെന്നും മസ്ക് പ്രവചിക്കുന്നു.
ഓരോ വ്യക്തിയുടെയും സാമ്പത്തിക ഇടപാടുകൾ നിരീക്ഷിക്കാൻ അന്തിക്രിസ്തുവിനെ സഹായിക്കുമെന്ന് വേദപണ്ഡിതർ പണ്ട് തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വെളിപ്പാട് പുസ്തകം വ്യാഖ്യാനിച്ച് അങ്ങനെ ഒരു ധാരണ പൊതുവിൽ വിശ്വാസികളുടെ ഇടയിൽ ഉണ്ട് താനും. ഇനി ന്യൂറാലിങ്കും മൃഗത്തിൻ്റെ മുദ്രയും തമ്മിലുള്ള ബന്ധമാണ്. ഇലോൺ മസ്കിൻ്റെ തന്നെ മറ്റൊരു വലിയ സവിശേഷമായ സംരംഭമാണ് ന്യൂറാലിങ്ക്. മനുഷ്യൻ്റെ തലച്ചോറിൽ ഘടിപ്പിക്കുന്ന ചിപ്പുകൾ വികസിപ്പിക്കുന്നുണ്ട്. മനുഷ്യൻ്റെ ബുദ്ധിയെ AI-യുമായി ബന്ധിപ്പിക്കുകയാണ് ഇതിൻ്റെ ലക്ഷ്യം. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൽ അന്ത്യകാലത്തെക്കുറിച്ച് ഇങ്ങനെ ഒരു വാക്യമുണ്ട്: ചെറിയവരും വലിയവരും സമ്പന്നരും ദരിദ്രരും എല്ലാവരും വലം കൈയിലോ നെറ്റിയിലോ മുദ്ര സ്വീകരിക്കേണ്ടി വരും. ആ മുദ്രയില്ലാത്തവന് വാങ്ങാനോ വിൽക്കാനോ കഴിയുകയില്ല. വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന ഈ മുദ്ര തലച്ചോറിലോ നെറ്റിമേലോ വരുന്ന ചിപ്പുകളാകാമെന്ന് പ്രവചന വിശകലന വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഈ ചിപ്പുകൾ സാമ്പത്തിക ഇടപാടുകൾക്കും തിരിച്ചറിയൽ രേഖകൾക്കും ഭാവി കാലത്ത് ഒരു അനിവാര്യമായ ഘടകമായി വന്നേക്കാമെന്ന ആശങ്ക ഇപ്പോൾ തന്നെ ശക്തമാണ്. സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ മനുഷ്യനെ ഒരു ഗ്ലോബൽ മാട്രിക്സിൻ്റെ ഭാഗമാക്കുവാനുള്ള നീക്കമായാണ് പാസ്റ്റർ ബില്ലി ക്രോൺ തുടങ്ങിയവർ ഇതിനെ വിലയിരുത്തുന്നത്. മസ്കിൻ്റെ UHI പദ്ധതി നടപ്പിലാക്കണമെങ്കിൽ കറൻസി നോട്ടുകൾ പൂർണ്ണമായും ഇല്ലാതാകണം. ഒരു 10 വർഷം മുമ്പ് ഇത് പറഞ്ഞാൽ നമുക്ക് അസ്വാഭാവികമെന്ന് തോന്നിയേനെ. എന്നാൽ ഇന്ത്യയിൽ പാർക്കുന്ന നമുക്കറിയാം നമ്മൾ ഗൂഗിൾ പേ ഉപയോഗിച്ച് നടത്തുന്ന ഇടപാടുകളെക്കുറിച്ച്. എല്ലാം ഡിജിറ്റലായി മാറിയിരിക്കുന്നു. ഗവൺമെൻറ് നേരിട്ട് നൽകുന്ന ഒരു വിഹിതം ജനങ്ങളുടെ അക്കൗണ്ടിലേക്ക് എത്തണമെങ്കിൽ എല്ലാവർക്കും ഒരു ഡിജിറ്റൽ ID ഉണ്ടാകണം. ആ സംവിധാനത്തിൻ്റെ കീഴിലേക്ക് എല്ലാവരും വരണം. ഇത് ബൈബിൾ പറയുന്ന ആഗോള സാമ്പത്തിക നിയന്ത്രണത്തിൻ്റെ അടിത്തറയായി മാറുന്നില്ല എന്ന് എങ്ങനെയാണ് പറയുവാൻ സാധിക്കുക? പണം നൽകുന്ന കൈകൾക്ക് എപ്പോൾ വേണമെങ്കിലും അതിനെ നിർത്താനോ തടയാനോ നിയന്ത്രിക്കാനോ സാധിക്കും. അതായത് ഭരണകൂടം പറയുന്ന മുദ്ര സ്വീകരിക്കാത്തവർക്ക് ഈ സാമ്പത്തിക ആനുകൂല്യങ്ങൾ ലഭിക്കുകയില്ല എന്ന ഭീഷണി ഇതിനകത്ത് നിലനിൽക്കുന്നുണ്ട്. മസ്ക് തന്നെ AI-യെ വിശേഷിപ്പിച്ചിരിക്കുന്നത് പിശാചിനെ വിളിച്ചു വരുത്തുന്നതിന് തുല്യമാണെന്നാണ്. AI മനുഷ്യനേക്കാൾ ബുദ്ധിമാനാകുന്നതോടെ സത്യത്തിൻ്റെയും അധികാരത്തിൻ്റെയും അന്തിമ സ്രോതസ്സായി മനുഷ്യൻ AI-യെ ആരാധിക്കുന്ന അവസ്ഥയിലേക്ക് മാറിയേക്കാം. ഈ സാഹചര്യം നമുക്ക് വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിൽ പറയുന്ന മൃഗത്തിൻ്റെ പ്രതിമയ്ക്ക് ജീവൻ വയ്ക്കുന്ന, അതായത് ആത്മാവ് ലഭിക്കുന്ന പ്രക്രിയയുമായി ചേർത്ത് പഠിക്കുമ്പോഴാണ് ഇതിൻ്റെ അപകടം നമുക്ക് ബോധ്യമാകുന്നത്. എല്ലാം നിയന്ത്രിക്കുന്ന ഒരു ദൈവമായി ഒരാൾ മാറുന്ന അപകടത്തെക്കുറിച്ച് ബൈബിൾ നമുക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. എന്നാൽ എലോൺ മസ്കിൻ്റെ ഈ വിപ്ലവകരമായ ആശയത്തെ പല സാമ്പത്തിക വിദഗ്ധരും തള്ളിക്കളയുന്നുണ്ട് എന്നുള്ളതും വാസ്തവമാണ്. ഇന്ത്യൻ സാമ്പത്തിക വിദഗ്ധനായ സഞ്ജീവ് സന്യാൽ പറയുന്നത് ഇങ്ങനെ എല്ലാവർക്കും എല്ലാം സൗജന്യമായി കൊടുക്കുവാൻ തുടങ്ങിയാൽ ഗവൺമെൻറ്റുകൾ പാപ്പരായി പോകുമെന്നാണ്. അതുപോലെ തന്നെ മസ്കിൻ്റെ വലിയ എതിരാളിയായ മാർക്ക് ആൻഡേഴ്സൺ പറയുന്നത് സൗജന്യ പണം നൽകി മനുഷ്യനെ ഒരു മൃഗശാലയിലെ മൃഗത്തെ പോലെ വളർത്താനാണ് ശ്രമിക്കുന്നത്. അതൊരിക്കലും നടക്കുവാൻ പോകുന്നില്ല എന്നാണ്. അധ്വാനമില്ലാത്ത ജീവിതം മനുഷ്യൻ്റെ അർത്ഥമില്ലാതാക്കുമെന്ന് മസ്ക് തന്നെ സമ്മതിക്കുന്നുമുണ്ട്. എന്നാൽ ബൈബിൾ അധ്വാനത്തെ ഒരു അനുഗ്രഹമായാണ് കാണുന്നത്. പിശാച് വാഗ്ദാനം ചെയ്യുന്നത് കഷ്ടപ്പാടുകളില്ലാത്ത ഒരു സ്വർഗമാണ്. ഇത് വിശ്വാസികളെ ദൈവത്തിൽ നിന്ന് അകറ്റുവാനുള്ള കെണിയാണോ എന്ന് നമ്മൾ ഗൗരവമായി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇലോൺ മസ്ക് വിഭാവനം ചെയ്യുന്ന ഈ ലോകം ഒരുപക്ഷെ അതിമനോഹരമായി നമുക്ക് തോന്നിയേക്കാം, ദാരിദ്ര്യവും കഷ്ടപ്പാടുമില്ലാത്ത ഒരു ഭൂമി. എന്നാൽ ബൈബിൾ പറയുന്ന വഞ്ചനാപരമായ വ്യാജമായ ഒരു സമാധാനം മാത്രമാണിതെന്ന് തിരിച്ചറിയുക. സാങ്കേതിക വിദ്യയെ നമ്മൾ എതിർക്കേണ്ടതില്ല, പക്ഷേ അതിലൂടെ വരുന്ന നിയന്ത്രണങ്ങളെയും വഞ്ചനകളെയും തിരിച്ചറിയുവാനുള്ള ആത്മീയ വിവേകം നമുക്കുണ്ടാകണം. ആരും ഏതു വിധേനയും നിങ്ങളെ ചതിക്കരുതെന്ന് 2 തെസ്സലോനിക്കർ 2:3 പൗലോസ് നമ്മെ ബുദ്ധി ഉപദേശിക്കുന്നുണ്ട്. പണം നമ്മുടെ അക്കൗണ്ടിൽ എത്തുന്നതിനേക്കാൾ പ്രധാനം നമ്മുടെ ആത്മാവിനെ സംരക്ഷിക്കുന്നതാണ്. ലോകക്രമങ്ങൾ മാറുമ്പോൾ നമ്മൾ വചനത്തിൻ്റെ അടിത്തറയിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യുവാൻ സാധിക്കുന്ന കാര്യം.
ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇത് നിങ്ങളുടെ സ്നേഹിതർ കൂടെ ഷെയർ ചെയ്യുക. ഹല്ലേലൂയയുടെ സബ്സ്ക്രൈബേഴ്സായി ഇതുവരെ നിങ്ങൾ മാറിയിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് ആകുക. ദൈവം നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.